ഹായ് ഗൈസ്. സോ ഇപ്പോൾ നമ്മുടെ ഹെഡർ കമാൻഡിൽ ലോഗിൻ ചെയ്തോ ഇല്ലയോ എന്നനുസരിച്ചിട്ട് കണ്ടൻറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ അത് വെറും ടെസ്റ്റ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ലോഗ് ഔട്ട് അല്ലെങ്കിൽ നോട്ട് സൈൻ ഇൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് ക്ലിക്കബിളോ അല്ല. കറൻ്റ്ലി നാവിഗേഷനൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെ പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യിക്കുന്ന രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഹെഡർ ഡിസൈൻ്റെ നിറായാലും ഈ ഇതിൻ്റെ പ്ലേസ് ആയാലും ഇതിൻ്റെ ഫോർമാറ്റ് ആയാലൊക്കെ മെറ്റീരിയലൈസ് CSSൻ്റെ പ്രീ ഡിഫൈൻ സ്റ്റൈലീസ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാനിപ്പോൾ അതിൻ്റെ ആ പ്രൊജക്റ്റിൽ കൂടി ബേസിക്കലി ലിങ്ക് ചെയ്തു എന്ന് മാത്രം. ഓൾറെഡി ഉള്ളതിന് നമ്മൾ ലിങ്ക് ചെയ്തു എന്ന് മാത്രം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതേ സ്റ്റൈലും ഒക്കെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഹെഡറിൽ ഇനി 2 ഭാഗങ്ങൾ നമുക്ക് വേണം. ബേസിക്കലി നമ്മൾ ചെക്ക് കഴിഞ്ഞാൽ ഇടതുവശത്ത് ഒരു ഹോം ലിങ്ക് പോലെ നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, വലതുവശത്ത് ലോഗിൻ അല്ലെങ്കിൽ സൈൻ അപ്പ് ലിങ്ക്സ് ഒക്കെ നമ്മൾ വയ്ക്കണം. ഓക്കെ, അല്ലെങ്കിൽ ലോഗൗട്ട് ബട്ടൺ മൂവ് ചെയ്തിട്ട് വയ്ക്കണം. പിന്നെ അത് ക്ലിക്കബിളൊക്കെ ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചേഞ്ച് ചെയ്യാം. നമുക്ക് എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ header.js ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ header.jsൽ നമ്മൾ ഇനി ചെക്ക് ചെയ്യുന്നത് ഈ ULഉം LIയൊക്കെ നമ്മൾ കൊടുത്തിട്ട് ലിസ്റ്റ് പോലെ ആക്കിയിട്ട് വേണം എന്നിട്ട് റെൻഡറിൽ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ കറൻ്റ്ലി എന്ന് വെച്ചാൽ ഒരു റാപ്പർ വരെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെന്ന് വെച്ചാൽ റെൻഡർ ബട്ടൺസ് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്, റെൻഡർ BTNs നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്, എടുക്കുന്നുണ്ട്. സോ ഇതിന് മുമ്പ് നമ്മളെന്ന് വെച്ചാൽ ഒരു ലിങ്ക് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഹോമിലേക്കുള്ള. അപ്പോൾ ഞാൻ റാപ്പർ കഴിഞ്ഞിട്ട് ഞാനൊരു ലിങ്ക് മെൻഷൻ ചെയ്യാണ്. ലിങ്ക് റിയാക്ട് റൗട്ടറിൽ നമ്മൾ എടുക്കുന്നുണ്ട് ടു ക്ലാസ് നെയിം brand logo -left എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഹോം എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെൻഡർ ബട്ടൺസ്. ഓക്കെ, ക്ലാസ് നെയിം ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ല. സോ ഇത് ഞാനൊരു UIലാക്കണം. റെൻഡർ BTNs UIൻ്റെ ഉള്ളിലിട്ടിട്ട് ഓക്കെ, ഇപ്പോൾ UIൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് UIനൊരു ക്ലാസ് നെയിമും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. റൈറ്റ് എന്ന് പറഞ്ഞിട്ട് വലതുവശത്തേക്ക് വരാൻ പറഞ്ഞിട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനത് ഇട്ടു. ഞാൻ സേവ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ലിങ്ക് റിയാക്ട് റൗട്ടിൽ നാവിഗേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ലിങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതൊരു ആങ്കർ ടാഗ് പോലെയാണ്, പക്ഷേ പേജ് റീലോഡ് ആവില്ല ആക്ച്വലി. ഓക്കെ, സോ ഇത് കറസ്പോണ്ടിങ് കമ്പൗണ്ടിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നു. പിന്നെ ക്ലാസ് നെയിം ബ്രാൻഡ് ലോഗോ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെഡറിൻ്റെ ഇടതുവശത്ത് പിന്നെ ഹോം ലിങ്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് നെയിം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി UL നമ്മൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹെഡറിൻ്റെ നമുക്ക് വലതുവശത്തേക്കുള്ള ബട്ടണുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് കറൻ്റ്ലി. ഓക്കെ, ഇനി ഹെഡർ ഫയലിന് മുകളിൽ നമ്മൾ ലിങ്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ലിങ്ക്. ഓക്കെ, ഇനി റിയാക്ട് റൗട്ടിൽ നിന്നുള്ള ലിങ്ക് കമ്പോണൻറ്റ് ആങ്കർ ടാഗ് വഴി നാവിഗേഷൻ കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. സോ ഇത് ക്ലിക്ക് ചെയ്താൽ ബ്രൗസർ റീലോഡ് ചെയ്യാതെ തന്നെ കമ്പോണൻ്റൊക്കെ ചേഞ്ച് ആവും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലിങ്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ വന്നത് ഇപ്പം ലോഗിൻ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ ലോഗിൻ ആൻഡ് സൈൻ അപ്പ് ലിങ്ക്സാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, പിന്നെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ബട്ടണും കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഡിവിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്, ഡിവിൽ ഇട്ടിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. സോ അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ലോഡിങ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കറൻ്റ്ലി ലോഡ് ചെയ്തോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റാണ്.
ഇനി യൂസർ ഉണ്ടെങ്കിൽ നമ്മൾ ഡിവിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഞാനത് ഓൾറെഡി എന്താ പറയുക UL ഉള്ളിൽ കൊടുത്ത കാരണം ഞാനിതിനെ LIക്ക് കൊടുക്കാൻ പോണത്. ഡിവിൻ്റെ ഉള്ളിൽ തന്നെ ലോഗൗട്ട് മാറ്റിയിട്ട് ഞാനൊരു LI, ഓക്കെ, LIയുടെ ഉള്ളിൽ ഞാൻ ലിങ്ക് ടാബ് കൊടുക്കുകയാണ്. ലിങ്ക് ടു അല്ല സോറി ലോഗൗട്ട് തന്നെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഡിവിൻ്റെ മുന്നിലായിട്ട് ഞാനിവിടെ LI കൊടുത്തേക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ വിട്ടുപോയത്. LI ഓക്കെ. സോ LI അതിൻ്റെ ഉള്ളിൽ ഡിവ്, അതിൻ്റെ ഉള്ളിൽ ലോഗൗട്ട് ഞാൻ കൊടുത്തു. ഇനി ഇവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഡിവിൻ്റെ ഉള്ളിൽ ഞാനിവിടെ നോട്ട് സൈൻഡ് എന്ന് മാറ്റിയിട്ട് നമുക്ക് 2 ബട്ടൺ കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഞാനിവിടെ LI എന്ന് പറഞ്ഞ് കൊടുത്തു ആദ്യം. ഓക്കെ, LIയുടെ ഉള്ളിൽ ഞാനത് ലിങ്ക് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് 2 ബട്ടൺ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത് സൈനപ്പാണ്. സൈനപ്പ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ടെക്സ്റ്റ് സൈനപ്പ് എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, അടുത്തത് ഞാൻ LI തന്നെയാണ് ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്യണം ഇവിടേക്ക്. അടുത്തത് നമ്മൾ എന്താ ചോദിച്ചാൽ ലോഗിൻ ബട്ടണാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ /ലോഗിൻ ആക്കാണ് പാത്ത്. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് അതിൻ്റെ ലോഗിൻ എന്ന് എഴുതി. ഓക്കെ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ റിയാക്ട് കമാൻഡിൽ ഒരേ സമയം ഒന്നിലധികം എലമെൻറ്റ്സ് റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് സിംഗിൾ റൗട്ട് എലമെൻറ്റ്സ് ആവശ്യമുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഞാനിവിടെ ഡിവ് വെച്ച് റാപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ ഡിവ് വെച്ച് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ വെച്ചാൽ LI ബേസിക്കലി മെറ്റീരിയൽ സീരീസിൻ്റെ ഹെഡറിൽ അല്ലെങ്കിൽ ലിങ്ക്സ് ഒക്കെ അലൈൻമെൻറ്റ് നന്നാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ LI ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ റൈറ്റ്സ് നമ്മുടെ ആപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അത് ലോഗിൻ ഫോം ഡോഡ്സ് അല്ലെങ്കിൽ സൈൻ ഡോഡ്സ് കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കും. സോ അവയെ ബേസിക്കലി നമ്മൾ എന്താ വെച്ചാൽ /ലോഗിൻ അല്ലെങ്കിൽ /സൈനപ്പ് എന്ന റൗട്ട്സിലേക്കൊക്കെ ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ലിങ്ക് ടു ലോഗിൻ അല്ലെങ്കിൽ ലിങ്ക് ടു സൈനപ്പ് എന്ന് പറഞ്ഞാൽ പ്ലേസ് ഹോൾഡേഴ്സ് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കറൻ്റ്ലി പെർട്ടിക്കുലർ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ റൗട്ട്സിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇനി ഞാനിവിടെ വെച്ച് സേവ് ചെയ്യാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഹെഡറിൻ്റെ ഒന്ന് കമ്പൈലായൊന്ന് നോക്കാം. കമ്പൈലായിട്ട് നമ്മൾ റീലോഡ് ചെയ്ത് നോക്കാം വല്ലതും കാണുന്നുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ ഹോം ബട്ടൺ ലിങ്ക് വന്നിട്ടുണ്ട്. കറൻ്റ്ലി ലോഗൗട്ടും വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ലോഗിനാണ്, അതുകൊണ്ടാണ് ലോഗൗട്ട് കാണിക്കുന്നത്. സോ ഇത് ലിങ്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിവിടെ ലോഗൗട്ടും വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ലോഗൗട്ട് ചെയ്തിട്ട് നോക്കാം. നമുക്കൊന്ന് ലോഗൗട്ട് ചെയ്യാം ആദ്യം, എന്നിട്ടൊന്ന് റീലോഡ് ചെയ്യാം. ഇപ്പോൾ ബേസിക്കലി സൈനപ്പും ലോഗിനും വന്നിട്ടുണ്ട് കറസ്പോണ്ടിങ്ലി. ഓക്കെ, പിന്നെ ഹോമും വന്നിട്ടുണ്ട്. സോ കറൻ്റ്ലി ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ ഹെഡറിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഇവിടെ റൗട്ട്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല കറൻ്റ്ലി. അതുകൊണ്ടാണ് ഇവിടെ വരുന്നത് ഡസ് നോട്ട് മാച്ച് എനി റൗട്ട്സ് എന്ന് പറഞ്ഞിട്ട്. ബേസിക്കലി അതൊക്കെ നമുക്ക് റൗട്ട്സിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മൾ വർക്ക് ചെയ്യാനുണ്ട്. ഹോം പേജൊക്കെ നമ്മൾ വർക്ക് ചെയ്തെടുക്കാനുണ്ട് റൗട്ട്സിൽ. സോ അതുകൊണ്ട് അതൊക്കെ പെൻഡിങ് ആണ്. അത് നമ്മൾ ഇനി അടുത്ത സെഷനിൽ കാണാം. സോ ഇപ്പോൾ ബേസിക്കലി ഹെഡറിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോമും ഇവിടെ കറസ്പോണ്ടിങ്ലി ബട്ടൺസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ CSS അത് ഓൾമോസ്റ്റ് എന്ന് വെച്ചാൽ ബൈ ഡിഫോൾട്ട് ഫോർമാറ്റ് ചെയ്യും. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഹോം കൊടുക്കാൻ പറഞ്ഞു, റൈറ്റ് സൈഡിൽ കറസ്പോണ്ടിങ് ബട്ടൺസ് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ
ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കറൻ്റ്. ലോഗ്ഡ് ഇൻ യൂസറിൻ്റെ ലോഗൗട്ട് ബട്ടണൊക്കെ നമ്മൾ കാണുന്നത് പറഞ്ഞു. ലോഗ്ഡ് ഔട്ട് യൂസർ ആണെങ്കിൽ ലോഗിൻ ആൻഡ് സൈൻ അപ്പ് ബട്ടൺസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹോം ലിങ്ക് ഉണ്ട്, അതെപ്പോഴും ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതുവരെ നമുക്ക് യു എൽ ലോജിക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എഴുതിയ ലോജിക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് വെച്ചാൽ ലോഗൗട്ട് ഫംഗ്ഷനാലിറ്റി പ്രാക്ടിക്കലായിട്ട് എങ്ങനെ വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ലോഗൗട്ട് ബട്ടണൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗൗട്ട് മ്യൂട്ടേഷനൊക്കെ വിളിക്കേണ്ടതുണ്ട്. അതൊക്കെ പെൻഡിങ് ആണ്. അതൊക്കെ അടുത്ത വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പ് അപ്പ് ചെയ്യണം. താങ്ക്സ് ലോട്ട്, ബൈ.